നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 കഴിഞ്ഞല്ലോ. ഇനി 8 ടീമുകൾ മാത്രം ബാക്കി. ഇതിൽ ഏറ്റവും കൂടുതൽ കിരീട സാധ്യത ആർക്ക്? ഏറ്റവും പുതിയ പവർ റാങ്കിങ് നമ്മൾ അവതരിപ്പിക്കുകയാണ്. നോക്കാം നമുക്ക്. 8 ടീമുകൾ. 8ാം സ്ഥാനത്ത് കിരീട സാധ്യതയിൽ 8ാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡ് എതിരാളികളായിട്ട് അർജൻറ്റീനയാണ് വരുന്നത്. അർജൻറ്റീനയെ മറികടന്ന് അവർ മുന്നോട്ട് പോകാനുള്ള സാധ്യത തുലോം കുറവാണ്. ഏതായാലും എന്തും സംഭവിക്കാം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഏതായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബിറ്റർ ബ്ലോ ഉണ്ട്. ആബ്സെൻസ് ഓഫ് ഇൻജുവേർഡ് ജൊഹാൻ മൻസംബി. എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം മോശമല്ലാത്തൊരു പെർഫോമൻസ് അവർ നടത്തുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. മുറാത്ത് യാക്കിൻ്റെ ടീമിന് അർജൻറ്റീനയെ പരാജയപ്പെടുത്താനാവുമോ? ഏതായാലും 8ാം സ്ഥാനത്താണ് അവരുള്ളതെങ്കിൽ 7ാം സ്ഥാനത്ത് ബെൽജിയമാണ്. ബെൽജിയത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ കളിയിലും അവർ ഇവോൾവായി വരികയാണ്. എന്തും സംഭവിക്കാം. പക്ഷേ സ്പെയിനിനെതിരെ അവർക്ക് വിജയിച്ച് കയറാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. കഴിഞ്ഞ കളിയിൽ അവർ USA തകർത്തെറിഞ്ഞതാണ്. ഈവൻ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ KDBയും ഡോക്കുവും ഒന്നും ഇല്ലാതെയാണ് അവർ വിജയിച്ചതെന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എനിവേ 7ാം സ്ഥാനത്ത് ബെൽജിയം വരുമ്പോൾ 6ാം സ്ഥാനത്താണ് നോർവേ. ബ്രസീലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എർലിംഗ് ഹാലൻഡിൻ്റെ മാന്ത്രിക പ്രകടനത്തിൻ്റെ തേരിലേറിയിട്ടാണ് അവർ കുതിച്ചു വരുന്നത്. എതിരാളികൾ ഇംഗ്ലണ്ടാണിപ്പോൾ ക്വാർട്ടർ ഫൈനലിലുള്ളത്. സോ എന്ത് സംഭവിക്കുന്നത് കണ്ടറിയണം. എർലിംഗ് ഹാലൻഡും മാർട്ടിൻ ഒഡേഗാർഡും സൊർലോത്തും അങ്ങനെയുള്ള സൂപ്പർ മുന്നേറ്റം നിരയുണ്ട്. അതുപോലെ തന്നെ ഒറിയൻ നൈലൻഡ് എന്ന ഗോൾ കീപ്പറുടെ മാന്ത്രിക പ്രകടനവും എടുത്തു പറയണം. സോ ഇംഗ്ലണ്ടിനെ അവർ വെല്ലുവിളിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ മുന്നോട്ട് പോയി കിരീടത്തിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണെന്ന് പറഞ്ഞേ പറ്റൂ. 5ാം സ്ഥാനത്താണ് മൊറോക്കോയുടെ വേൾഡ് കപ്പ് സാധ്യത. തീർച്ചയായിട്ടും സംശയമൊന്നുമില്ല. വേൾഡ് കപ്പിൽ അവർ കഴിഞ്ഞ വേൾഡ് കപ്പിലെ പോലെ തന്നെ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്, മുന്നോട്ട് വന്നിട്ടുണ്ട്. എങ്കിലും ചോദ്യമാണ് ഫ്രാൻസിനെ അവർക്ക് മറികടക്കാൻ പറ്റുമോ എന്നുള്ളത്. ഏതായാലും ഹെഡ് കോച്ച് മുഹമ്മദ് ഒഹാബി ടീമിനെ വളരെ മികച്ച രൂപത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. കാര്യത്തിൽ തർക്കമില്ല. 5ാമതാണ് മൊറോക്കോ വരുന്നെങ്കിൽ 4ാമതാണ് ഇംഗ്ലണ്ട്. ആസ്തക്കെ സ്റ്റേഡിയത്തിലെ മെക്സിക്കോയുടെ കനത്ത വെല്ലുവിളികളെ അതിജീവിച്ചാണ് തോമസ് ടൂഷലിൻ്റെ സംഘം വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തവണ കിരീടം നേടിയേ തീരൂ എന്നുള്ള ഒരു വല്ലാത്ത ദൃഢനിശ്ചയത്തിൽ വരുന്നതാണ്. എന്തായാലും അവർ സെമി ഫൈനലിലേക്ക് കടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കിരീട സാധ്യത കണ്ടൻറ്റേഴ്സിൻ്റെ, അതായത് ടൈറ്റിൽ കണ്ടൻറ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ അവരുണ്ട്. 4ാമതാണ് അവർ പവർ റാങ്കിങ്ങിൽ വരുന്നത്. 3ാമത് അർജൻറ്റീനയാണ്. അർജൻറ്റീന വലിയ പരീക്ഷണങ്ങളാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ പരീക്ഷണങ്ങളൊക്കെ ഒടുവിൽ അവർ വിജയിച്ച് കയറുന്നുണ്ട്. ഇപ്പോൾ ചില ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തിയതോടുകൂടി ടീം ഒന്നുകൂടി മികച്ച രൂപത്തിൽ കളിക്കുന്നുമുണ്ട്. സാക്ഷാൽ ലിയോ മെസ്സി അദ്ദേഹത്തിൻ്റെ ബീസ്റ്റ് മോഡ് ഓണാക്കിയ മട്ടാണ്. 8 ഗോളുകളായി കഴിഞ്ഞു വേൾഡ് കപ്പിൽ എന്ന കാര്യം കൂടി നോക്കണം. സോ മെസ്സിയും അദ്ദേഹത്തോടൊപ്പം മറ്റ് താരങ്ങളും, അതാണ് അവരുടെ ടീമിനെ കുറിച്ച് പറയാൻ കഴിയുക. ഏതായാലും സ്വിറ്റ്സർലൻഡിനെയൊക്കെ മറികടന്നുകൊണ്ട് അവർ മുന്നോട്ട് പോകുമെന്ന് തന്നെ കരുതുന്നു. പവർ റാങ്കിങ്ങിൽ 3ാം സ്ഥാനം. പവർ റാങ്കിങ്ങിൽ 2ാമത് സ്പെയിനാണ്. സ്പെയിൻ ഈ വേൾഡ് കപ്പിൽ ഒറ്റ ഗോൾ പോലും വഴങ്ങാതെ വന്ന സ്പെയിന്, പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്ന സ്പെയിന്. എതിരാളികൾ ഇനിയിപ്പോൾ ബെൽജിയമാണ്. മുന്നോട്ട് പോകും സ്പെയിൻ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കിരീട സാധ്യതയിൽ 2ാം സ്ഥാനത്ത് സ്പെയിനെങ്കിൽ 1ാമത് ഫ്രാൻസാണ്. വാവ്! കഴിഞ്ഞ കളിയിൽ അവർ പരാഗ്വയോട് ഒന്ന് വിയർത്തതാണ്. മുട്ടിടിച്ചെന്ന് പറയാനൊന്നുമില്ല, ഒന്ന് വിയർത്തതാണ്. പക്ഷെ അവരുടെ മിസൈൽ ആക്രമണ നിര ആർക്കും പണി കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ളത് തന്നെയാണ്. മികച്ച ടീമുണ്ട് ഫ്രാൻസിന്. കിരീട സാധ്യതയിൽ 1ാമത്. സോ പവർ റാങ്കിങ് ഒന്നുകൂടി വളരെ പെട്ടെന്ന് പറയാം. 1 ഫ്രാൻസ്, 2 സ്പെയിൻ, 3 അർജൻറ്റീന, 4 ഇംഗ്ലണ്ട്, 5 മൊറോക്കോ, 6 നോർവേ, 7 ബെൽജിയം, 8 സ്വിറ്റ്സർലൻഡ്. എല്ലടോ തൻ്റെ ഈ പവർ റാങ്കിങ്ങിൻ്റെ ലോജിക്ക് എന്താ? ഫ്രാൻസ് 1, സ്പെയിൻ 2, ഇതിൽ ഏതെങ്കിലും ഒരു ടീമിലൂടെ ഫൈനലെത്തുക? എന്ത് പവർ റാങ്കിങ് ആണിത്? ചോദിക്കാൻ ആൾ പോയിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ കാണാം. ആദ്യം പവർ റാങ്കിങ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. ഇത് ആരൊക്കെ ഫൈനലിലെത്തും, ഏത് ഭാഗത്ത് പോകുന്നുള്ളതല്ല. ഏറ്റവും കൂടുതൽ സാധ്യത ഇപ്പോൾ കിരീടത്തിലേക്കുള്ളത് അത് ഫ്രാൻസിനെ തോൽപ്പിച്ചുകൊണ്ട് സ്പെയിന് മുന്നോട്ട് പോയാൽ അവർക്ക് സാധ്യത, നേരെ തിരിച്ചും സാധ്യത. അതേ അതിനർത്ഥമുള്ളൂ. വർഷങ്ങളായിട്ട് പവർ റാങ്കിങ് ചെയ്യുന്നതാണ്. അത് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് കൃത്യമായി മനസ്സിലാകും. അല്ലാതെ ഫൈനലിൽ ഇങ്ങനെ ആകും എന്നുള്ളൊരു പ്രഡിക്ഷൻ അല്ല ഈ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയാൽ മതി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.